ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കാൻ വന്ന വിക്രമിനെ മാഷ് അതിന് അനുവദിക്കാതെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സങ്കടം കൊണ്ട് ആ MLA-യുടെ മകനെ നീ തല്ലി ചതച്ചതുകൊണ്ടതാ ഇപ്പോ ഈ ഗതി വന്നത്. അപ്പോഴും വിക്രം പറയും, അവൻ കാണിച്ച നെറുകേടിന് അവനെ തല്ലല്ല കൊല്ല വേണ്ടത്. മാഷിന്റെ ദേഷ്യം ഇരട്ടിയാവുകയും മരണത്തിലൂടെ നീതി നടപ്പാക്കാൻ നീ ആരാ, നിയമപാലകനോ? മറ്റുള്ളവരുടെ ദേഹത്തുനിന്ന് നീ ചിന്തുന്ന ഓരോ തുള്ളി ചോരയ്ക്കും ഈ വയസ്സുകാലത്തെ ഞങ്ങളും നിന്റെ ഈ ഭാര്യയും കണക്ക് പറയണോ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഞങ്ങളെ അങ്ങ് തീർക്ക്, ഇനി നരകം അനുഭവിക്കേണ്ടല്ലോ. അത് കേൾക്കുമ്പോ കമലം മാഷേ എന്ന് സങ്കടത്തിൽ ഒഴിക്കുമ്പോൾ മാഷ് വയ്ക്കും, ഇനിയിപ്പോ ഞാൻ പോയി വീഴണോ ആ വാസവന്റെ കാലില്? വിനായകൻ പറയും, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അന്ന് തരാന്ന് പറഞ്ഞ പണം ഇപ്പോഴും തരാൻ ഞാൻ തയ്യാറാണ്. മാഷ് പറയും, ഹോ ബാക്കി അച്ഛനെവിടുന്നെങ്കിലും കണ്ടെത്തിയാൽ മതിയല്ലോ അല്ലേ? നിന്റെ ഔദാര്യം ഞാൻ സ്വീകരിച്ചേനെ വിനായക. പലിശയ്ക്ക് വാങ്ങിച്ചിട്ടാണെങ്കിലും ബാക്കി കൂടി ഉണ്ടാക്കി അടച്ചേനെ. പക്ഷേ ജപ്തി ആവുന്നതുവരെ അതറിയാതെ പോയി. യഥാക്രമത്തിൽ നോട്ടീസ് തന്ന് ബോധ്യപ്പെടുത്തി തിരിച്ചടയ്ക്കാനുള്ള സമയം തന്ന് മാത്രം നടപ്പാക്കേണ്ട ഈ നിയമം ഈ രീതിയിലായത് ഒരാൾ കാരണമാണ്. ആ വാസവന്റെ മകനെ തല്ലി കൊല്ലാറാക്കിയതിന്റെ പ്രതികാരം ഒന്നുകൊണ്ട് മാത്രം. വിക്രം പറയും, അങ്ങനെയാണെങ്കിൽ ആ കണക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തീർത്താ പോരെ? വിനായകൻ പറയും, ഒറ്റയ്ക്ക് തീർക്കേ? വിക്രം പറയും, കളരിക്കൽ സുധാകരൻ മാഷിന്റെ അഭിമാനം തെമ്മാടിയായ മകന് വേണ്ടി ഒരാളുടെ കാൽക്കൽ കൊണ്ടുപോയി വെക്കേണ്ട കാര്യമില്ല. മാഷ് പറയും, വെറുതെ വെല്ലുവിളിച്ചതുകൊണ്ടായില്ല, വേണ്ട സമയത്ത് പ്രവർത്തിച്ച് കാണിക്കണമായിരുന്നു. അന്നത് ചെയ്യാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്കാർക്കും. അയാൾ വന്ന് ഭീഷണിപ്പെടുത്തി പോയതേ ഇവരിട്ട് എല്ലാവരെയും കൂട്ടത്തോടെ കത്തിക്കുന്ന. അതിന് പക്ഷേ സുധാകരൻ മാഷി വഴിയൊടുക്കില്ല. അതിനു മുമ്പ് തന്നെ ഞാനിത് കത്തിച്ചോളാം. മാഷേ എന്താ ഇത്? വിക്രം പറയും, ഞാൻ ചെയ്തതിനെ ആരും അനുഭവിക്കേണ്ടി വരില്ല. ഈ വീടാരും ഇടിച്ചു പൊളിക്കാനും പോകുന്നില്ല. വാസവനെ കൊന്നിട്ടാണെങ്കിലും ഞാനത് തടഞ്ഞോളാം. കമല ആകെ പേടിക്കും. മോനെ എന്ന് വിളിക്കുമ്പോഴും വിക്രം പറയും, ഇനിയിപ്പോ അതിന് കിട്ടാൻ പോകുന്നത് തൂക്കുമരമാണെങ്കിലും നിങ്ങളെ വഴിയാതരാക്കില്ലല്ലോ എന്നുള്ള സന്തോഷം എനിക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഭക്ഷണം പോലും കഴിക്കാതെ വിക്രം അവിടുന്ന് പോവാം. ഇത് കേൾക്കുമ്പോ എല്ലാരും ഷോക്കാകും, നന്ദിനിയും വിനായകനും ഒഴികെ. എന്റെ ഈശ്വര എന്ന് പറഞ്ഞ കമല ഇങ്ങനെ സങ്കടത്തിൽ കരയാ. മാഷൊന്നും പറയാതെ റൂമിലേക്ക് ചെല്ലണേ. വേദയ്ക്ക് തലതാഴ്ത്തി ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക. മാഷകത്ത് നിന്ന് ഡോർ ലോക്ക് ചെയ്ത് സങ്കടത്തിൽ ഇങ്ങനെ കരയണേ. പുറത്തേക്ക് നോക്കി നിൽക്കുക. ശേഷം രാത്രി ഒരുപാടായി. വിക്രം അകത്തിങ്ങനെ കിടക്കുക, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോഴായിരിക്കും വേദ ഫുഡുമായിട്ട് വരുന്നത്. അത് കാണുമ്പോൾ വിക്രം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതെ മുഖം തിരിക്കും. വേദ അത് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നിട്ട് പറയും, വാ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. എനിക്ക് വേണ്ട. കുട്ടികളെ പോലെ വാശി പിടിക്കില്ല വിക്രം. അച്ഛന്റെ മാനസികാവസ്ഥ വിക്രം മനസ്സിലാക്കണം. വിക്രം പറയും, എല്ലാവർക്കും മനസ്സുണ്ട്, അവരുടേതായ പ്രശ്നങ്ങളും ഉണ്ട്. ഒരു വീടാവുമ്പോ എല്ലാവരെയും മനസ്സിലാക്കണം. ഒരാൾക്ക് മാത്രം പ്രിവിലേജ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഈ വീട്ടിലെ പ്രിവിലേജ് അനുഭവിച്ചത് വിക്രമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ വിക്രം വേദയെ നോക്കുമ്പോ വേദ പറയും, വിക്രം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ ഈ വീട്ടിൽ അച്ഛനല്ലാതെ വേറെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അമ്മയടക്കം ക്ലീൻ ഷീറ്റ് തന്ന് വളർത്തിയതിന്റെ കുഴപ്പവും വിക്രമനുണ്ട്. ഒരിക്കൽ വർക്ക്ഷോപ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ നിങ്ങൾ പരിഹസിക്കുന്നതോ അപമാനിക്കുന്നതോ ഈ ഭക്ഷണം ലഭിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യരെയാണെന്ന്. അന്ന് അതിന് എന്നോട് സോറി പറഞ്ഞ വിക്രം ഇന്നും വീണ്ടും അത് തന്നെ ചെയ്തു. വിക്രം ഒന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയും, ഞാൻ എഴുന്നേറ്റ് വന്നത് അപ്പോഴത്തെ വിഷമം കൊണ്ടാ. അച്ഛനും അങ്ങനെയൊക്കെ സംസാരിച്ചത് വിഷമം കൊണ്ട് തന്നെയല്ലേ വിക്രം? വിക്രം പറയും, ശരിയാ, ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടായത് ഞാനും വാസവനും തമ്മിലുള്ള പ്രശ്നം കൊണ്ടാ. അതെനിക്കറിയാം. അതെങ്ങനെ തീർക്കണം എന്നുള്ള ആലോചനയിലാണ് ഞാൻ. ആ സമയത്ത് ഇവരുടെ ദേഷ്യം മുഴുവൻ എന്നോട് തീർത്താൻ ഞാൻ എന്ത് ചെയ്യും? വേദയ്ക്കും അതിന് അച്ഛനെ കുറ്റപ്പെടുത്തിയാൽ മതിയോന്നാ എന്റെ ചോദ്യം. ഒരു മനുഷ്യായുസ് കൊണ്ട് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാ ഈ വീട്. ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി എന്ന ഒറ്റ പേരിൽ അച്ഛൻ തള്ളി പറഞ്ഞപ്പോ സ്വന്തം തറവാട്ടിന്ന് ഇന്നും ഒരു സഹായം പോലും കൈപ്പറ്റാതെ ഭാര്യയും മക്കളെയും വളർത്തി വലുതാക്കിയ മനുഷ്യൻ. ജീവിതത്തിലെ ഏക സമ്പാദ്യം ഒരു ദിവസം രാവിലെ ഒരു ജെസിബി വന്ന് ഇടിച്ചു നിരത്തുന്ന അറിയുമ്പോ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വിക്രം വല്ലാത്ത അവസ്ഥയിലാണ്. അച്ഛൻ അങ്ങനെ പെരുമാറിയതില് എനിക്ക് വിഷമമൊന്നുമില്ല വേദ, അതെനിക്ക് മനസ്സിലാകും. പക്ഷെ അതിന്റെ പേരില് ആ വാസവന്റെ കാല് പിടിക്കാൻ ഞാൻ അച്ഛനെ വിടണോ? വേദ പറയും, അതെനിക്കറിയാം. ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ അതിന് തയ്യാറാവില്ലെന്ന്. അതിന് പക്ഷേ ഇനിയും ചോര ചിന്താനാണ് ഭാവമെങ്കിൽ നിങ്ങൾ വീണ്ടും അച്ഛനെ തന്നെയാ തോൽപ്പിക്കുന്നത്. ആരുടെയെങ്കിലും ചോര കൊണ്ട് നിങ്ങൾ ഈ വീട് വീണ്ടും വീണ്ടെടുത്ത ഈ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് അച്ഛനായിരിക്കും. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഭക്ഷണം കഴിക്കേ, എന്നിട്ട് മനസ്സിരുത്തി ആലോചിക്കേ. വിക്രം അതിന് താല്പര്യമില്ലാത്ത പോലെ ഇരിക്കും. വേദ പറയും, ജപ്തി എന്ന് പറയുന്നത് ഒരു നിയമക്കുരുക്കാണ്. ഏത് നിയമക്കുരുക്കും അഴിക്കാൻ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു വഴിയുണ്ടാകും. എന്നിട്ട് ഭക്ഷണം കഴിക്കേ. ശേഷം നാളെ പുലരുമ്പോ നമുക്ക് കാര്യമായിട്ട് ആലോചിക്കാം. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലേ വേദ? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ നീ ഒന്ന് പോകുന്നുണ്ടോ? വേദ പറയും, ഞാൻ പോയിക്കോളാം. നിങ്ങൾ ഒരു നേരം പട്ടിണി കിടക്കുന്നോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ മറ്റൊരാളുടെ മക്കൾ ഒരു നേരം പട്ടിണി കിടന്ന അതോടെ ലോകം ഇടിഞ്ഞു വീഴുന്ന കരുതുന്ന ഒരമ്മ ഇത് കേട്ടിട്ടായിരിക്കും ഭക്ഷണവുമായി വരുന്ന കമല കേൾക്കുന്നത്. അപ്പൊ അത് കയറാതെ അവിടെ നിൽക്കുക. നിങ്ങൾ അത്താഴ പട്ടിണി കിടന്ന അമ്മയൊന്നും കഴിക്കില്ല. അതിന് പാവം നിങ്ങളുടെ അമ്മയ്ക്ക് ആരോഗ്യമൊന്നുമില്ല. ദിവസം പാവം ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്.
അതുകൊണ്ട് അതിന്റെ ആരോഗ്യം കൂടി വാശി പിടിച്ച് ഇല്ലാതാക്കരുത്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനും നിങ്ങളുടേതായിട്ടുള്ള നീതി ഉണ്ടാകും. ആ നീതിയല്ല സമൂഹത്തിന്റെ നീതി. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അച്ഛൻ ഈ സമൂഹത്തില് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനായി ജീവിക്കണമെന്ന് വേദനിക്കുകയാണ്. സ്വസ്ഥമായ ഭക്ഷണം കഴിച്ച് കൃത്യമായി ആലോചിച്ച് എന്ത് വേണമെന്ന് തീരുമാനിക്കേ. സഹകരണ ബാങ്കിന്റെ തീരുമാനം അവസാനത്തെ വഴിയൊന്നുമല്ല. അതിലും ഇത് എത്രയോ വാതിലുകൾ ഉണ്ടാകും. വിക്രം പറയും, നിയമത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ നിന്ന വഴികളുണ്ടാകും. പക്ഷെ അതിനൊക്കെ സമയം വൈകിക്കാനും നിയമലംഘനം നടത്താനും വാസവന് എളുപ്പമാണ്. വേദ പറയും, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാലോ. ഇപ്പൊ നിങ്ങളുടെ അമ്മ ഒന്നും കഴിക്കാതെ കരഞ്ഞിരിക്കാകും. ആ അമ്മയ്ക്ക് വേണ്ടി ഒരു ഉരുളയെങ്കിലും കഴിച്ചൂടെ? അത് കേൾക്കുമ്പോ വിക്രമിന് സങ്കടാകും. വേദയെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വിക്രം ചോദിക്കും, ഞാൻ കഴിച്ചോന്ന് നീ അമ്മയോട് ചെന്ന് പറയൂ. പറയാം. അപ്പോ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് താല്പര്യമില്ലെങ്കിലും ആ ഭക്ഷണം കഴിക്കും. ഇത് കാണുമ്പോ അമ്മയുടെ കണ്ണ് നിറയാണ് സന്തോഷം കൊണ്ട്. ശേഷം അവിടുന്ന് പോകും. ശേഷം വിക്രം പറയും, വേദ ഈ വീട് ഒരിക്കലും സഹകരണ ബാങ്കുകാർ കൊണ്ടുപോവില്ലെന്ന് നീ അമ്മയോടൊന്ന് പറയണം. അങ്ങനെ സംഭവിച്ചാൽ അതിനു മുമ്പേ എന്റെ ജീവൻ പോയിരിക്കും. വേദയ്ക്ക് സങ്കടം വരും. വിക്രം ഇത് കരഞ്ഞോണ്ടാ പറഞ്ഞത്. കണ്ണീരൊക്കെ തുടച്ചു മാറ്റിയ വിക്രം. അങ്ങനെ വിക്രം അവിടുന്ന് ഭക്ഷണം കഴിക്കണേ. അല്പസമയം കഴിഞ്ഞ വേദ പാത്രം കൊണ്ടുവയ്ക്കാനായിട്ട് കിച്ചണിലേക്ക് വരുമ്പോ ഡൈനിങ് ടേബിളില് അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കാണാണ്. വേദയ്ക്ക് കാര്യം മനസ്സിലാവും, അമ്മ എല്ലാം കണ്ടിട്ടുണ്ടെന്ന്. അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷ് ഇപ്പോഴും സങ്കടത്തോടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. കമല അവിടെ അടുത്ത് തന്നെ ഇരിക്കണ്ടേ. നിനക്ക് ഉറക്കം വരുന്നില്ല അല്ലേ കമല? എനിക്കറിയാം, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ നമ്മൾ. കുറച്ച് നാളുകൾക്കുള്ളിൽ വെറും മൺകൂനയാവാൻ പോകുന്ന ഒരു സ്ഥലമാണല്ലോ ഈ വീടെന്ന് ഓർക്കുമ്പോൾ നിനക്ക് ഈ വീട് നമ്മൾ ഉണ്ടാക്കിയ കാലം ഓർമ്മയുണ്ടോ? ചോർന്നൊലിക്കുന്ന ഒരു വാടക വീടായിരുന്നു നമ്മുടേത്. അതിനെ വിഷത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയം രാത്രി മഴ പെയ്യുമ്പോ ബക്കറ്റും പാത്രങ്ങളും ചുറ്റും നിരത്തി നമ്മൾ വെള്ളം പിടിക്കും. വീടിനകത്തും പുറത്തും മഴ. ചോർന്നൊലിക്കാത്തൊരു വീട് വേണമെന്നുള്ളത് നമ്മുടെ വാശിയായിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം നമ്മൾ വെട്ടിച്ചുരുക്കി. വിഷത്തെ പ്രസവിച്ച് കിടക്കുമ്പോ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലും, അത് വാങ്ങിത്തരാൻ പോലും വീടിന് വേണ്ടിയുള്ള നമ്മുടെ പിശുക്ക് അനുവദിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കായിരുന്നു കമല, വാസവന്റെ കാലിൽ പോയി പിടിക്കില്ലെന്ന് ഞാൻ വാശി പിടിച്ചത് എന്തിനാ? എല്ലാത്തിനും വലുതാണ് എന്റെ അഭിമാനം എന്ന ഈഗോ അല്ലേ? സത്യത്തിൽ അതിനും വലുതല്ലേ ഈ വീട് കമല? ഒരു ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ വീട് കളഞ്ഞിട്ട് എന്ത് അഭിമാന നമ്മളെ സംരക്ഷിക്കാൻ പോകുന്നത്? കമലയ്ക്ക് ആകെ പേടിയാവും. മാഷ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ നാളെ ആ MLA വാസവനെ ചെന്ന് കാണാൻ പോവാ. കമല ഞെട്ടിപ്പോവും. മാഷ് പറയും, അതെ ഞാൻ തീരുമാനിച്ചു. അയാളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടാണെങ്കിൽ ഞാൻ തൽക്കാലം ജപ്തി നീട്ടിപ്പിച്ച് വെച്ചോളാം. മാഷ് എന്തൊക്കെയാ പറയുന്നത്? മാഷ് പറയും, ഈ വീടിനും നിങ്ങൾക്കൊക്കെ വേണ്ടി അത് ചെയ്യുന്നതില് എനിക്കൊരു വിഷമമില്ല. എന്നല്ല വിഷമത്തോടെയാ പറയുന്നത്. മാഷ് ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും കാലം ആരുടെ മുന്നിലും തല കുനിക്കാതെ ജീവിച്ചിട്ട് ഇനി ഈ പ്രായത്തില് അത് വേണ്ട മാഷേ. മാഷ് പറയും, വേറെ മാർഗമില്ലല്ലോ കമല. അഭിമാനത്തിന്റെ പേരില് തെരുവിലിറങ്ങുന്നതിനേക്കാളും നല്ലത് സമാധാനത്തോടെ ജീവിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ചെയ്താ മാഷിന് സമാധാനം ഉണ്ടാകുന്നേ തോന്നുന്നുണ്ടോ? ഇനി അങ്ങനെ അയാളെ ചെന്ന് കാണുന്നുണ്ടെങ്കില് ഞാൻ പോയിക്കോളാം മാഷെ. മാഷിക്കും നിന്നെ അതിന് സമ്മതിക്കുന്നേ തോന്നുന്നുണ്ടോ? അപ്പൊ കമല പറയും, എനിക്ക് പിന്നെ എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നാ ഏതെങ്കിലും അമ്പലനടയിൽ പോയിരിക്കാം നമുക്ക്. അല്ലാതെ അയാളുടെ മുന്നില് മാഷ് തല കുനിക്കേണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയും വിക്രവും കിടന്നിട്ടുണ്ട്. രണ്ടാളും ഉറങ്ങിയിട്ടില്ല. വിക്രം എഴുന്നേറ്റ് ഫോൺ എടുത്ത് രാജേട്ടനെ വിളിക്കും. അയാള് വിളിച്ചില്ലല്ലോ. ഇനിയിപ്പോ ഇത്രയും സമയ സ്ഥിതിക്ക് നാളെ വിളിക്കായിരിക്കുള്ളൂ. ഇനി വിളിച്ചാലും നീ പോണ്ട, അത് കുഴപ്പമില്ല, 9 ആയിട്ടുള്ളൂ, പോകാം. എങ്കിൽ നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് പോകാം. ആ നോക്കട്ടെ എന്ന് പറഞ്ഞ വിക്രം കോള് കട്ട് ചെയ്യണേ. വേദയ്ക്ക് ഇങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒന്നും ചോദിക്കുന്നില്ല. വിക്രം ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവിടെ തന്നെ നിൽക്കണേ. അപ്പോഴേക്കും ഒരു കോള് വരും. ഹലോ. ആ ശരി, ഓക്കെ. എത്രയും പറഞ്ഞ് ആ കോള് കട്ട് ചെയ്ത് വിക്രം അവിടെ നിന്ന് ഇറങ്ങാം. വേദ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോഴേക്കും വിക്രം വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവാണേ. ഇത് എല്ലാം നന്ദിനിയും കാണുന്നുണ്ട്. അത് നന്ദിനി അകത്ത് ചെന്ന് വിനയനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇക്കാര്യം പറയണേ. ഇനിയിപ്പോ നിങ്ങളുടെ അനിയല്ല എനിക്ക് പ്രതീക്ഷ. എന്തിന്? അവൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ? ആ MLA കൊന്നിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കുന്നേ. അതൊക്കെ പറച്ചില് മാത്രാണേ. അല്ല, നിങ്ങളുടെ അനിയൻ ഇപ്പൊ പുറത്തേക്ക് പോയിട്ടുണ്ട്. അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടില്ല. എന്റെ ഈശ്വര, അവന് നല്ല ബുദ്ധി തോന്നിച്ച് ആ MLA ഭീഷണിപ്പെടുത്തി ഈ ജപ്തി ഒഴിവാക്കണേ ഈശ്വര. അപ്പൊ വിനായകൻ ചോദിക്കും, എടിയെ അതിനവൻ പോയത് ആ വാസവനെ കാണാൻ തന്നെയാണോ? അങ്ങനെ ആവണമെന്നാ മനുഷ്യന്റെ പ്രാർത്ഥന. നീ വിചാരിക്കുന്ന പോലെയല്ല, അയാളൊക്കെ വലിയ സെറ്റപ്പില്ല. അവിടെ എത്താൻ അവനെ കൊണ്ട് കൂട്ടിയെ കൂടില്ല. നന്ദിനി പറയും, അതെ നിങ്ങക്ക് വിക്രമിനെ കുറിച്ച് അറിയാത്തോണ്ട്. എടി അയാൾ അവൻ എന്തെങ്കിലും ചെയ്താ കേസ് വേറെയാ, പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നന്ദിനി പറയും, ഈ വീടിന്റെ ജപ്തി മാറിക്കിട്ടിയാ അവൻ ജയിലിലായാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടാവുന്നവരെ വാടക കൊടുക്കാതെ താമസിക്കാലോ. അവനെ കാത്തു നിൽക്കാത്ത വേദം എടുത്ത് പോവുകയും ചെയ്യും.
ആങ്ങൾ ചത്താലും നാത്തൂന്റെ കണ്ണീര് കണ്ടാ മതി അല്ലേടി. നന്ദിനി ഇങ്ങനെ ചിരിക്കും. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം വാസുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുക. ഗേറ്റൊക്കെ ചവിട്ടി തുറന്ന് അങ്ങോട്ട് വരുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. വിക്രം ആ വാസുവിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടിയാണ് അങ്ങോട്ട് ചെന്നിരിക്കുന്നത്. ഒരുപക്ഷെ വിക്രമിന്റെ സഹായം ചോദിച്ചായിരിക്കും അയാള് വിക്രമത്തിനെ ഇപ്പൊ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്താണ് ആ ഭാഗം എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്